ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആളുകളിൽ യൂറിക് ആസിഡ് കൂടി വരുന്നത്. നമ്മളിൽ പലരും ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു 3 മാസം കൂടുന്ന സമയത്ത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെയ്യാറുണ്ട്. അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് യൂറിക് ആസിഡ് നോക്കുന്നത്. അതായത് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആളുകളിൽ യൂറിക് ആസിഡ് കൂടി വരുന്നത്. നമ്മളിൽ പലരും ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു 3 മാസം കൂടുന്ന സമയത്ത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെയ്യാറുണ്ട്. അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് യൂറിക് ആസിഡ് നോക്കുന്നത്. അതായത് ഇന്ന് ഈ ഒരു പ്രശ്നം മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ജോയിൻറ്റ് പെയിൻസ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം കിഡ്നീൻ്റെ ഫംഗ്ഷനൊക്കെ നോക്കുന്ന സമയത്ത് കിഡ്നീൻ്റെ ഫംഗ്ഷനിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ കൂടുതലായിട്ടും വന്ന് പറയുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഈ ഒരു യൂറിക് ആസിഡ് കൂടുതലായിരിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് പുരുഷന്മാരിലാണ്. അതായത് സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇത് കാണുന്നത് പുരുഷന്മാരിലാണ്. അപ്പം യൂറിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരു അപകടകാരിയല്ല. അതൊരു നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതൊരു നോർമൽ റേഞ്ചിൽ നിന്ന് കൂടുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങളിപ്പം പ്രോട്ടീൻസ്, അതായത് പ്യൂരിൻ പ്രോട്ടീൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് വിഘടിച്ചിട്ട് ഒരു അമിനോ ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ഈ അമിനോ ആസിഡിൻ്റെ രാസപ്രവർത്തനം സംഭവിച്ചിട്ടാണ് ഈ ഒരു യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. നോർമലി ഇത് നമ്മുടെ കിഡ്നിയിലൂടെയാണ് മൂത്രം വഴി പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നാൽ ചില കിഡ്നി അസുഖമുള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ കിഡ്നിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്ത ആളുകളിലാണെങ്കിൽ നോർമലി അത് മൂത്രത്തിലൂടെ പോകും. എന്നാൽ ഇതൊരു പരിധിയിൽ കൂടുന്ന സമയത്ത് ഇത് നമ്മുടെ ജോയിൻസിലാണെങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നു. അതുപോലെ തന്നെ കിഡ്നികളിലാണെങ്കിലും പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നു. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് യൂറിക് ആസിഡ് കൂടി നിന്നിട്ട് നമ്മുടെ ജോയിൻസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ്, ഇതിൻ്റെ ക്രിസ്റ്റൽ ഫോമുകൾ ജോയിൻസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്നൊരു കണ്ടീഷനാണ് ഗൗട്ടി ആർത്രൈറ്റിസ്. നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ വാതരക്തം എന്നൊക്കെ പറയും. അതായത് ശക്തമായിട്ടുള്ള വേദന ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് വേദനയൊന്നുമില്ല, പക്ഷേ അവർ രക്തം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഡയറ്റിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്, ആർക്ക് ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളും നല്ല രീതിയിൽ വരുന്നുണ്ട്. ജോയിൻറ്റ് പെയിൻസ് എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും ഉപ്പൂറ്റിയുടെ ഭാഗത്താണ് വേദന വരുന്നത്, അല്ലെങ്കിൽ കാലുകളിലുള്ള ജോയിൻസുകളിലാണ് കൂടുതലായിട്ടും വേദന ഉണ്ടാവുന്നത്. ആ ഭാഗത്ത് കൂടുതലായിട്ടും റെഡ്നെസ് ഉണ്ടാവുന്നത്, കൈകൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുതലായിട്ട്, കാരണം അവിടെ ഒരു നീർക്കെട്ട് പോലെയാണ് ഇത് മാറുന്നത്. അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ ഒരു ഡയറ്റും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ നമുക്കിത് നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളത് ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള സിംറ്റംസ് ഒന്നുമില്ല, യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഡയറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു യൂറിക് ആസിഡിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്ത്രീകളിലാണെങ്കിൽ ഒരു 2.6 മുതൽ ഒരു 6.2 വരെയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ ഒരു 3.5 മുതൽ ഒരു 7.5 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബോർഡർ ലൈനിൽ എത്തുന്നതിൻ്റെ മുൻപ് തന്നെ ചില ആളുകളിൽ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങാറുണ്ട്. അതാണ് പെയിനും കാര്യങ്ങളും അല്ലെങ്കിൽ റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് നിവർത്താൻ അല്ലെങ്കിൽ കാലൊന്ന് നിലത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇങ്ങനെയുള്ള യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. ക്രമം തെറ്റിയ ഒരു ഭക്ഷണ രീതി നമ്മളെല്ലാവരും ഫോളോ ചെയ്തതുകൊണ്ടാണ് ഇത് വരുന്നത്. ഇന്ന് ചെറുപ്പക്കാരിൽ നോക്കുകയാണെങ്കിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ചെറിയൊരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ആ ഒരു ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ടാണ് യൂറിക് ആസിഡ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിലാണ് വളരെ കോമൺ ആയിട്ട് യൂറിക് ആസിഡ് കണ്ടുവരുന്നത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ റെഡ് മീറ്റൊക്കെയാണ്. യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ളൊരു മെയിൻ റീസണിൽ ഒന്ന് നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന റെഡ് മീറ്റാണ്. അതായത് ബീഫ്, പോർക്ക്, മട്ടന്.
ഇത് ധാരാളം കഴിക്കുക, അതായത് എല്ലാ ദിവസവും കഴിക്കുന്നു, അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ കഴിക്കേണ്ട ക്വാണ്ടിറ്റിയിലും കൂടുതലായിട്ട് എടുക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഈ കൂടുതലായിട്ടും പ്രോട്ടീൻ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാരണമാണ് ലിവർ, കരൾ. നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു മാംസത്തിൻ്റെയൊക്കെ കരൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മദ്യപാനി എന്ന് പറയുന്ന സമയത്ത് ബിയർ പോലുള്ള ആൽക്കഹോൾ നിങ്ങൾ കൂടുതലായിട്ട് കൺസംഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. നോർമലി പണ്ടുള്ള ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഈ തേങ്ങയുടെ വെള്ളം ഉപയോഗിച്ചിട്ടായിരുന്നു അതൊന്ന് പുളിപ്പിച്ചെടുക്കുന്നത്, ചെറിയൊരു മധുരമൊക്കെ വരുത്തുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് അതിനൊന്നും നേരമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടുതൽ ഈ ഈസ്റ്റ് പോലെയുള്ള ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തലേ ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളെ മാവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ വീടുകളിൽ അങ്ങനെയൊക്കെയുള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കുബൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്ത് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടും പ്രവാസികളൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ കുബൂസ് എന്ന് പറയുന്നത്. അവരിൽ തന്നെയാണ് കൂടുതലായിട്ടും ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ബ്രെഡ്, ബണ്ണ് ഇങ്ങനെയുള്ളതെല്ലാം ഈസ്റ്റ് പുളിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ അമിതമായിട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നവും കൂടും. അതുപോലെ തന്നെ ക്രിയാറ്റിനിനൊക്കെ നമ്മുടെ രക്തത്തിൽ കൂടാനുള്ള കാരണമാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂട്ടുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഷെൽഫിഷുകളാണ്. അതായത് ഈ ഞണ്ട്, ചെമ്മീൻ, കടുക്ക ഇങ്ങനെയുള്ള ഷെൽഫിഷുകൾ എല്ലാ ദിവസവും കഴിക്കുന്നതും യൂറിക് ആസിഡ് കൂട്ടാൻ കാരണമാക്കുന്നുണ്ട്. മറ്റൊന്ന് എന്തെങ്കിലും ഒരു മെഡിസിൻസ്, നിങ്ങൾ കുറേ കാലമായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചെറിയൊരു റേസ് നിങ്ങളുടെ രക്തത്തിൽ ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യായാമം ഇല്ലാത്തൊരു ജീവിത രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഈ പ്രോട്ടീൻസൊക്കെ നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് വന്ന് കിടക്കും, ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ടും യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയാൻ ഞാനിപ്പം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതലും നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് മെഡിസിൻസ് എടുക്കേണ്ട ഒരു സ്റ്റേജും ഉണ്ട്. അല്ലാതെ തന്നെ നമുക്ക് യൂറിക് ആസിഡ് നോർമലാക്കാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡയറ്റ് തന്നെയാണ്. ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മുടെ ബോഡിയിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസ് മെയിനായിട്ട് യൂറിക് ആസിഡ് പോലുള്ള ഒരു വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ പോകുന്നത് മൂത്രം വഴിയാണ്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയ്റ്റിനനുസൃതമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഡയറ്റിൻ്റെ അകത്താണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഷെൽഫിഷുകളും അതുപോലെ തന്നെ മാംസങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ലീൻ മീറ്റ് നിങ്ങൾക്ക് എടുക്കാം. ചിക്കൻ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല, യൂറിക് ആസിഡ് വലിയ രീതിയിലൊന്നും റൈസ് ആവത്തില്ല. പക്ഷേ നല്ല രീതിയിൽ സിംറ്റംസ് കാണിക്കുന്നു, പെയിൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചിക്കൻ ആണെങ്കിലും കുറച്ച് ദിവസത്തേക്കൊന്ന് ഒഴിവാക്കുക. പക്ഷേ വലിയ പ്രശ്നമല്ല, നിങ്ങൾക്ക് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീൻ മീറ്റ്സൊക്കെ വീക്കിലി വൺസ് ഒന്നും എടുക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. അത് ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന പിസ്സ, ബർഗർ, സാൻഡ്വിച്ചുകൾ ഇതെല്ലാം ഒരു തരം ബണ്ണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനിലാണെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും വരും. അപ്പം അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ഒഴിവാക്കുക. ഷെൽഫിഷുകൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. മദ്യം നിങ്ങൾ ഒഴിവാക്കുക. പുകവലി ഉണ്ടെങ്കിൽ ആ ഒരു ശീലം നിങ്ങൾ കുറയ്ക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് സീഡുകളെ ഇട്ട് വെച്ചിട്ട് തലേ ദിവസം രാത്രി നിങ്ങൾക്ക് സീഡുകൾ, ചിയാ സീഡൊക്കെ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നന്നായിട്ട് നമ്മുടെ ശരീരം വിയർക്കണം. എന്തും നമ്മുടെ മൂത്രത്തിലൂടെയും സ്വെറ്റിലൂടെയും ഒക്കെ പോകണമെങ്കിൽ ശരീരം നന്നായിട്ട് വിയർക്കണം. അപ്പോൾ വിയർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളും കൂടുകയാണ്. അങ്ങനെ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെങ്കിലും ഈ മാലിന്യം പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് വിയർക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അതിപ്പം കാർഡിയാക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഈ ത്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അത് ചെയ്യുക. അല്ലെങ്കിൽ ഹിറ്റ് എക്സസൈസ്, ആ ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങളൊരു പ്രത്യേക ടൈമിലൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമിത വണ്ണുള്ള ആളുകളാണെങ്കിലും അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ, അതൊക്കെ നമുക്കൊരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പം അങ്ങനെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ, അപ്പോൾ പ്രോട്ടീൻസ് ഒന്നും കഴിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഈ സമയത്ത് നിങ്ങൾ പ്രോട്ടീൻസ് എന്ന് പറയുന്ന സമയത്ത് മുട്ട നിങ്ങൾക്ക് കഴിക്കാം. യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീനിൽ ഒന്ന് മുട്ടയാണ്, മറ്റൊന്ന് പാല് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ആ പാടയൊക്കെ റിമൂവ് ചെയ്തിട്ട് മേലെ വരുന്ന പാട നിങ്ങൾ ഒഴിവാക്കിയിട്ട് എടുക്കുന്ന പാലാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ചിക്കൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലീൻ മീറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീനിൽ ചെറുപയർ, കടല, ചീര ഇങ്ങനെ വരുന്ന വിഭാഗങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക. പപ്പായ നിങ്ങൾ കഴിക്കുക, പച്ച പപ്പായ കഴിക്കുക. അതുപോലെ തന്നെ പഴുത്ത പപ്പായ ആണെങ്കിൽ നന്നായിട്ട് എടുക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ സി എല്ലാവർക്കും അറിയാം, പേരയ്ക്ക, കിവി, നെല്ലിക്ക, അതുപോലെ തന്നെ ഓറഞ്ച് ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യമായിട്ട് വന്ന് കിടക്കുന്ന കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക. അമിതമായിട്ട് കാർബ്സ് നിങ്ങളെ ബോഡിയിൽ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷനും കാര്യങ്ങളും കൂടും. അതുപോലെ തന്നെ അമിതമായിട്ട് ഷുഗർ എടുക്കുന്നുണ്ടെങ്കിലും പഞ്ചസാര കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ യൂറിക് ആസിഡുള്ള പേഷ്യൻസ് ചിലപ്പോൾ എന്തെങ്കിലും ചായ ഒരു ദിവസം 2-3 ചായയൊക്കെ കുടിക്കുന്ന ആളുകളിൽ അവർക്ക് ഈ വേദനയും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് ഈ ഒരു ഇൻഫ്ലമേഷൻ, ഈ ഷുഗർ കൂട്ടുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളോട് ഷുഗർ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഞാൻ പറഞ്ഞ ഫുഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാൻ പറ്റും. നട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ ബദാമും അതുപോലെ തന്നെ വാൾനട്ടും ഒന്നും കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതൊരു ലിമിറ്റഡ് എണ്ണത്തിൽ മാത്രം. അതായത് നിങ്ങൾക്കൊരു 5 to 8 ഏതെങ്കിലും നട്ട്സ് എല്ലാ ദിവസവും കഴിക്കുക. കാഷ്യൂ നട്ട് ഓവറായിട്ട് കഴിക്കേണ്ട, അത് യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾ കൂട്ടും. അതുകൊണ്ട് അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് യോഗയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൂര്യ നമസ്കാരമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു യോഗ നിങ്ങളുടെ ആ ഒരു ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും കുറയണമെങ്കിൽ നല്ലൊരു ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ നല്ലൊരു ഉറക്കം എന്ന് പറയുന്ന സമയത്ത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ യാതൊരു സിംറ്റംസും ഇല്ല, രക്തത്തിലാണ് ഇത് കൂടി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഡയറ്റ് എടുത്ത് ആ ഒരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ കുറച്ച് കൂടുതലായിട്ടുള്ള മത്സ്യങ്ങളാണ് ചെറു മത്സ്യങ്ങൾ, മത്തി ആയാലും ഒക്കെ. എപ്പോഴും നമ്മൾ പറയാറുണ്ട് omega-3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആണ്, അത് കഴിക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇങ്ങനെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 1-2 മത്തി കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ ഒരു 4-5 ഈ ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഇത് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് മാക്സിമം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇലക്കറികളിൽ ചീര ചില ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കും, എന്നാൽ മുരിങ്ങേൻ്റെ ഇല കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ വാഴത്തട്ട, വാഴയുടെ പിണ്ടി, ഉള്ളിലുള്ള കാമ്പ്, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. ജ്യൂസസ് മാക്സിമം കുറയ്ക്കുക. കാരണം ജ്യൂസസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ അത് കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മെയിനായിട്ടും നിങ്ങളെ ഭക്ഷണ ഒരു ക്രമീകരണം ഈ ഒരു രീതിയിലോട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ടൊന്നും നിങ്ങൾക്ക് മാറുന്നില്ല, നിങ്ങൾ ഇതുമൂലം ബുദ്ധിമുട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.